നമസ്കാരം. പ്രധാന വാർത്തകൾ. കുറ്റക്കാരെ സർവീസിൽ തിരിച്ചെടുത്തത് ഭരിക്കുന്നവരുടെ പിടിപ്പുകേട്. സർക്കാരിൽ വിശ്വാസമില്ലെന്ന് സിദ്ധാർത്ഥിന്റെ അമ്മ. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിലെ കുറ്റാരോപിതരായവരെ സർവീസിൽ തിരിച്ചെടുത്തത് ഭരിക്കുന്നവരുടെ പിടിപ്പുകേടാണെന്ന് അമ്മ ഷീബ. സർക്കാരിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ ഷീബ ഗവർണറെ വീണ്ടും കാണുമെന്നും വ്യക്തമാക്കി. ഡീനും അസിസ്റ്റന്റ് വാർഡനും തിരികെ സർവീസിൽ പ്രവേശിച്ചതിനെതിരെയാണ് അമ്മ ഷീബ പ്രതിഷേധം അറിയിച്ചത്. കുറ്റക്കാർ മടങ്ങി വരുന്നത് ഭരണകർത്താക്കളുടെ പിടിപ്പുകേടിന്റെ തെളിവാണെന്ന് അമ്മ കുറ്റപ്പെടുത്തി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. കൊലയാളികൾക്കൊപ്പം നിന്നവർ കുറ്റവിമുക്തരായതുപോലെയാണ് ഇപ്പോഴത്തെ തിരിച്ചെടുക്കലെന്നും അമ്മ ഷീബ പറഞ്ഞു. കാട്ടാന ആക്രമണം, 2 പേർക്ക് പരിക്ക്, ഒരാൾ ഗുരുതരാവസ്ഥയിൽ. ഇടുക്കി മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മൂന്നാർ സ്വദേശികളായ അഴകമ്മ, ശേഖർ എന്നിവർക്കാണ് പരിക്കേറ്റത്. കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. പരിക്കേറ്റവരെ മൂന്നാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഴകമ്മയുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തൊഴിലാളികളാണ് ഇരുവരും. രാവിലെ ജോലിക്കെത്തിയപ്പോൾ ആന ആക്രമിക്കുകയായിരുന്നു. എം ലോറൻസിന്റെ പൊതുദർശനത്തിലെ തർക്കം. തന്നെയും മകനെയും മർദ്ദിച്ചെന്ന് മകൾ ആശ പരാതി നൽകി. അന്തരിച്ച CPM നേതാവും അച്ഛനുമായ എം ലോറൻസിന്റെ പൊതുദർശനത്തിനിടെ തന്നെയും മകനെയും മർദ്ദിച്ചെന്ന പരാതിയുമായി മകൾ ആശ ലോറൻസ്. വനിതകൾ അടങ്ങിയ CPM റെഡ് വോളണ്ടിയർമാരാണ് മർദ്ദിച്ചത്. CN മോഹനും ലോറൻസിന്റെ മകൻ ML സജീവനും സഹോദരി ഭർത്താവ് ബോബനും മർദ്ദനത്തിന് കൂട്ടുനിന്നുവെന്നും പരാതിയിൽ പറയുന്നു. കൊച്ചി കമ്മീഷണർക്കാണ് ആശ പരാതി നൽകിയത്. മർദ്ദനത്തിൽ തനിക്ക് പരിക്കേറ്റെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം പരാതി കൊച്ചി നോർത്ത് പോലീസിന് കൈമാറിയെന്നും ഉടൻ കേസെടുക്കുമെന്നും കൊച്ചി കമ്മീഷണർ അറിയിച്ചു. KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ തിരക്ക്. ഗതാഗത മന്ത്രി ഡബിൾ ബെല്ലടിച്ച് തുടക്കമിട്ട KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ 2 മാസത്തെ യാത്ര പൂർത്തിയാകുമ്പോൾ വൻ ഹിറ്റായി മാറുകയാണ്. KSRTCയിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ആവശ്യക്കാരേറെയാണ്. ജൂൺ 26 മുതൽ ഇതുവരെ 170 പേരാണ് അഡ്മിഷൻ നേടിയത്. 14,10,100 രൂപയാണ് 2 മാസം ഫീസ് ഇനത്തിൽ ലഭിച്ചത്. ആദ്യ ബാച്ചിൽ നടത്തിയത് 40 ടെസ്റ്റുകളായിരുന്നു. ഇതിൽ പരാജയപ്പെട്ടത് 7 പേർ മാത്രമാണ്. ടെസ്റ്റ് കർക്കശമാക്കിയതോടെ സ്വകാര്യ മേഖലയിൽ വിജയശതമാനം കുറഞ്ഞപ്പോൾ KSRTC നേടിയത് 82.5%. ഒരു ബാച്ചിൽ 16 പേർക്കാണ് പ്രവേശനം. 2ാം ബാച്ചുകാരുടെ ടെസ്റ്റ് ഉടൻ നടക്കും. സംരംഭം വിജയിച്ചതോടെ വാഹനങ്ങൾ കൂടുതൽ എത്തിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. ADGP RSS നേതാക്കൾ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. DGPക്കാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. 2 പ്രമുഖ RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് അന്വേഷണം നടക്കുക. നേരത്തെ മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി അന്വേഷണം പറഞ്ഞിട്ടും ഉത്തരവിറക്കിയിരുന്നില്ല. ADGPക്കൊപ്പം നേതാക്കളെ കണ്ടവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ADGPയുടെ സുഹൃത്തായ RSS നേതാവ് ജയകുമാറിന്റെ മൊഴി വൈകാതെ രേഖപ്പെടുത്തും. ഇതിനായി ജയകുമാറിന് നോട്ടീസ് നൽകി. ഇന്നലെയാണ് നോട്ടീസ് നൽകിയത്. അതേസമയം RSS നേതാക്കളെ ADGP കണ്ടത് ദുരൂഹമായി തുടരുകയാണ്.